രാജ്യതലസ്ഥാനത്ത് നിന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഉയരുന്നത്. ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം വാഹനത്തിന്റെ പേരും വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയുടെ CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്താ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രം ഒരു ഹ്യൂണ്ടായി i20 കാറായിരുന്നു. ട്രാഫിക് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന ഈ വാഹനമാണ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനത്തിൽ 9 പേർ മരണപ്പെട്ടതും 20-ലധികം പേർക്ക് പരിക്കേറ്റതായും ഔദ്യോഗികമായി സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ലോക്നായക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. സ്ഫോടനത്തിന്റെ ശക്തിയിൽ സമീപത്തുണ്ടായിരുന്ന 6 കാറുകൾ, പിന്നെ റിക്ഷകൾ, ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ 20-ലധികം വാഹനങ്ങൾക്ക് തീപിടിക്കുകയും സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഫോടനം നടന്ന പ്രദേശത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിക്കാൻ അന്വേഷണ സംഘം ഉത്തരവിട്ടിട്ടുണ്ട്. സ്ഫോടനത്തിന് മുമ്പ് വാഹനം പാർക്കിംഗ് സ്ഥലത്ത് 3 മണിക്കൂറിലധികം നിർത്തിയിട്ടിരുന്നതിന്റെ ദൃശ്യങ്ങളും അന്വേഷണ സംഘം പ്രധാന തെളിവായി എടുത്തിട്ടുണ്ട്. സംഭവം തീവ്രവാദ ആക്രമണമാണോ എന്ന സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഡൽഹി പോലീസ് UAPA പ്രകാരം സ്ഫോടക വസ്തു നിയമം എന്നിവ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു. NSG, NIA, ഫോറൻസിക് സംഘങ്ങൾ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാറിന്റെ രജിസ്ട്രേഡ് ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അടുത്തിടെ ഫരീദാബാദിൽ നിന്ന് പിടികൂടിയ സ്ഫോടക വസ്തുക്കളുമായി ബന്ധമുള്ള ഒരു തീവ്രവാദ മൊഡ്യൂളിലെ ഡോക്ടറാണ് കാർ അവസാനമായി കൈവശം വെച്ചിരുന്നെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുണ്ട്. സംഭവത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വിവരങ്ങൾ ധരിപ്പിച്ചു. അമിത്ഷാ സംഭവ സ്ഥലം സന്ദർശിക്കുകയും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് രാജ്യതലസ്ഥാനത്തും രാജ്യത്തിന്റെ വിവിധ പ്രധാന നഗരങ്ങളിലും കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.